Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Okay, നമ്മള് ഡയാലിസിസ് സർവീസ് ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത് അല്ലെ? പെരിറ്റോണിയൽ ഡയാലിസിസ് അല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? IPD എടുക്കണം. Okay, types of peritoneal dialysis അല്ലേ? Okay. അപ്പൊ types of peritoneal dialysis 3 ടൈപ്പ് ആണ്. Continuous ambulatory peritoneal dialysis CAPD ഉണ്ട്. Continuous cyclic peritoneal dialysis CCPD ഉണ്ട്. Third one ആണ് intermittent peritoneal dialysis അല്ലെങ്കിൽ IPD എന്ന് പറയുന്നത്. അപ്പോൾ CAPD എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ continuous ambulatory peritoneal dialysis എന്ന് പറഞ്ഞാൽ എന്താ? Does not need a machine അല്ലേ? ഇവിടെ നമുക്ക് യാതൊരു മെഷീന്റെ ഒന്നും സഹായത്തോടു കൂടിയല്ല നമ്മൾ ചെയ്യുന്നത്. സാധാരണ ഒരു പെരിറ്റോണിയൽ ഡയാലിസിസ് എങ്ങനെയാണോ ചെയ്യുന്നത് അതേ സെയിം മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് ആ ഒരു എക്സ്ചേഞ്ച് എന്ത് ചെയ്യുന്നു? 3 to 5 ടൈംസ് ഒരു ദിവസം 3 to 5 ടൈംസ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു പേഷ്യന്റ് ഉണർന്നിരിക്കുന്ന സമയത്ത് അത് റിപ്പീറ്റ് ചെയ്യുകയാണ് കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തത് കണ്ടിന്യൂസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ് അല്ലെങ്കിൽ CCPD. ഇവിടെ ഒരു യൂസ് ഓഫ് ഒരു പർട്ടിക്കുലർ ഡയാലിസിസ് മെഷീൻ യൂസ് ചെയ്യുന്നുണ്ട്. അതെന്തിനു വേണ്ടിയാണ്? നമുക്ക് വീട്ടില് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്, ഹോമിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മെഷീൻ ആണ്. അതുപോലെ this type of dialysis performed automatically when the patient is sleeping. Patients sleep ചെയ്യുന്ന സമയത്ത് ഉറങ്ങുകയാണെങ്കിൽ പോലും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു പ്രോസസ്സ് ഓട്ടോമാറ്റിക്കലി നമുക്ക് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു മെഷീൻ ആണ് ആ ഒരു ഡയാലിസിസിന് വേണ്ടി സഹായിക്കുന്ന മെഷീൻ എന്ന് പറയുന്നത്. അത് നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് കൃത്യമായിട്ട് ഏത് സമയത്ത് അവിടെ എക്സ്ചേഞ്ച് നടത്തണം, ഏത് സമയത്ത് ആ ഒരു ഫ്ലൂയിഡ് ഫില്ല് ചെയ്ത് കൊടുക്കണം, എപ്പോ അത് എംപ്റ്റി ആക്കണം, അതുപോലെ എത്ര ഇടവേളകൾക്ക് എത്ര മണിക്കൂറുകൾക്കുള്ളിലാണ് അത് റിപ്പീറ്റ് ചെയ്യേണ്ടത്, ആ ഒരു എക്സ്ചേഞ്ച് റിപ്പീറ്റ് ചെയ്യേണ്ടത്, അതൊക്കെ നമുക്ക് ആ ഒരു പേഷ്യന്റ് ഉറങ്ങുകയാണെങ്കിൽ പോലും നമുക്ക് അവിടെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സ്പെഷ്യൽ എന്താണ് ഡയാലിസിസ് മെഷീന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു ഡയാലിസിസ് ചെയ്യുന്നത്. Then മൂന്നാമത്തെ ടൈപ്പ് ആണ് ഇന്റർമിറ്റന്റ് പെരിറ്റോണിയൽ ഡയാലിസിസ് അല്ലെങ്കിൽ IPD. IPD എന്താണ്? യൂസസ് ദ സെയിം ടൈപ്പ് ഓഫ് മെഷീൻ as CCPD. CCPD ഉപയോഗിച്ച അതേ സെയിം ടൈപ്പ് ഓഫ് മെഷീൻ തന്നെ ഈ പറയുന്ന IPD ഉപയോഗിക്കാറുണ്ട്. ആൻഡ് ട്രീറ്റ്മെന്റ്സ് വിൽ ബി ലോങ്ങർ. പക്ഷെ കുറച്ച് സമയം അധികം ഈ ഒരു IPD ആണെങ്കിൽ അവിടെ ട്രീറ്റ്മെന്റ് കുറച്ചും കൂടി ലോങ്ങർ ആയിരിക്കും, കുറച്ചും കൂടി ലെങ്തി ആയിരിക്കും, കുറച്ചും കൂടി സമയം എടുക്കും. നമുക്ക് ഒത്തിരി എക്സ്ചേഞ്ചുകൾ കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ പറ്റുന്നില്ല. ആൻഡ് IPD ക്യാൻ ബി ഡൺ അറ്റ് ഹോം. നമുക്ക് വീടുകളിൽ ചെയ്യാം, പക്ഷേ ഇറ്റ് ഈസ് യൂഷ്വലി ദ ഹോസ്പിറ്റൽ. സാധാരണയായിട്ട് ഹോസ്പിറ്റലിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു IPD മെത്തേഡുകൾ ചെയ്യാറ്. അപ്പോൾ IPD അതുപോലെ തന്നെ CCPD, CAPD ഇത് മൂന്നെണ്ണവും അതിന്റെ എക്സ്പാൻഡഡ് ഫോം നിർബന്ധമായിട്ടും പഠിച്ചു വെച്ചേക്കാം. ഏതെങ്കിലും ഒരെണ്ണം എപ്പോഴും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണാറുള്ളതാണ് കേട്ടോ. അത് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് നിർബന്ധമായിട്ടും പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, ക്ലിയർ ആണോ? അത് മൂന്നെണ്ണം ഓൾറെഡി മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതായിരുന്നു. ഓക്കെ ആണ്, ശരി. Then the supplies and equipment needed, duration of each treatment, also known as exchange, and the number of treatments per day will differ relying on the type of PD you are using and your medical condition. നമുക്കറിയാം ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ പോയി ഇപ്പൊ അല്ലെങ്കിൽ ഒരു പെരിറ്റോണിയൽ ഡയാലിസിസ് എവിടെ ചെയ്യണം അല്ലെ? സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ് നീഡഡ്. എന്തൊക്കെ ഉപകരണങ്ങളും എന്തൊക്കെ സാധനങ്ങളുമാണ് അതിന് വേണ്ടത്? ആൻഡ് ഡ്യൂറേഷൻ ഓഫ് ഈച്ച് ട്രീറ്റ്മെന്റ്. ഓരോ ട്രീറ്റ്മെന്റിന്റെയും ഡ്യൂറേഷൻ എത്ര സമയത്തേക്കായിരിക്കണം? നോൺ ആസ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ആ ഒരു എക്സ്ചേഞ്ച് എപ്പോഴും നടത്തണം, എത്ര ഡ്യൂറേഷനുള്ളിൽ എക്സ്ചേഞ്ച് നടത്തണം. ആൻഡ് നമ്പർ ഓഫ് ട്രീറ്റ്മെന്റ്സ് പെർ ഡേ. ഒരു ദിവസം എത്ര നമ്പർ ഓഫ് ട്രീറ്റ്മെന്റ് നമുക്ക് എടുക്കേണ്ടതായിട്ട് വരും? വിൽ ഡിഫർ റിലേയിങ് ഓൺ ദി ടൈപ്പ് ഓഫ് PD യു ആർ യൂസിങ് ആൻഡ് യുവർ മെഡിക്കൽ കണ്ടീഷൻ. നമ്മുടെ ആ ഒരു പേഷ്യന്റിന്റെ മെഡിക്കൽ കണ്ടീഷൻ അനുസരിച്ചും ഏത്
PD ആണ്. ഏത് ടൈപ്പ് ഓഫ് പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. അതിനനുസരിച്ചുമാണ് എത്ര സമയം ഈ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യണം, എത്ര നമ്പർ ചെയ്യണം, എത്ര സമയത്തിനുള്ളിൽ അവിടുത്തെ ഡ്യൂറേഷൻ എത്രയാണ്, അതിനുവേണ്ടി എന്തൊക്കെ ഉപകരണങ്ങളും സാധനങ്ങൾ വേണം എന്നൊക്കെ തീരുമാനിക്കുന്നത്. നോർമലി ദിസ് പ്രോസസ് takes us few hours and required to be repeated 4 to 6 times per day. നോർമലി സാധാരണ ഈ ഒരു പ്രോസസ്സ് ഇത്ര മണിക്കൂർ, കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു പ്രോസസ്സ് ചെയ്യാനായിട്ട് സാധിക്കാം. and required to be repeated 4 to 6 times per day. ഓരോ പേഷ്യൻസിന്റെയും കണ്ടീഷൻ അനുസരിച്ച് 4 മുതൽ 6 പ്രാവശ്യം വരെ ഒരു ദിവസം ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. വേഗം ഒന്ന് വായിച്ചു നോക്കിയ ഒരു ഭാഗം. ഓക്കെ, ശരി, ക്ലിയർ ആണല്ലോ അത്. ദെൻ നമ്മള് തേർഡ് ടൈപ്പ് ഓഫ് ഡയാലിസിസ് ആണ് നോക്കുന്നത്. കണ്ടിന്യൂവസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി, CRRT. ഇതിന്റെയും എക്സ്പാൻഡ് ഫോം പഠിച്ചിരിക്കണം കേട്ടോ, ചോദിക്കാറുണ്ട്. കണ്ടിന്യൂവസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി. This therapy is used mainly in the intensive care unit for people with severe kidney failure. ഇവിടെ ഈ ഒരു CRRT മെത്തേഡ് പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത് ആർക്കാണ്? ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ഇന്റൻസീവ് കെയർ എന്ന് പറയുന്നത് ICUലുള്ള അല്ലെ, വളരെ സിവിയർ ആയിട്ടുള്ള കിഡ്നി ഫെയിലിയർ അനുഭവിച്ച് ICUവിൽ കിടക്കുന്ന പേഷ്യൻസിനാണ് പ്രധാനമായിട്ടും ഈ ഒരു തെറാപ്പി പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത്. And this is also known as hemofiltration. ഇതിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഹീമോഫിൽട്രേഷൻ. അത് അണ്ടർലൈൻ ചെയ്തിട്ട് ഞാൻ 2 സെന്റൻസ്. ദിസ് തെറാപ്പി ഈസ് യൂസ്ഡ് മെയിൻലി ഇൻ ദ ഇന്റൻസീവ് കെയർ യൂണിറ്റ് ഫോർ ദാറ്റ്. നമ്മുടെ ICU പ്രത്യേകം എടുത്ത് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു തെറാപ്പിക്കാണ്, അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പ് ഓഫ് ഡയാലിസിസിനാണ്. അപ്പൊ എന്താണ്? മെയിൻലി ഇൻ ദ ഇന്റൻസീവ് കെയർ യൂണിറ്റ് ഫോർ പീപ്പിൾ വിത്ത് സിവിയർ കിഡ്നി പ്രോബ്ലംസ്, അല്ലെങ്കിൽ വളരെ സിവിയർ ആയിട്ടുള്ള കിഡ്നി ഫെയിലിയർ സംഭവിച്ച് ICUവിൽ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള ഓരോ പേഷ്യൻസിനും വേണ്ടിയിട്ട് ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു തെറാപ്പിയാണ് കണ്ടിന്യൂവസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി എന്ന് പറയുന്നത്. And it's also known as hemofiltration. ഇതിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഹീമോഫിൽട്രേഷൻ. അതും ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. എങ്ങനെയാണ് ഹീമോഫിൽട്രേഷൻ എന്ന് കൂടി അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ കണ്ടിന്യൂവസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പിയുടെ മറ്റൊരു പേരെന്താണ് എന്നും ചോദിക്കാം കേട്ടോ. And a machine passes the blood through a tube. ഇവിടെ ഒരു മെഷീൻ ഒരു മെഷീൻ എന്ത് ചെയ്യുന്നു? ഇവിടെ ഒരു മെഷീന്റെ സഹായത്തോടു കൂടി തന്നെ നമ്മൾ ചെയ്യുന്നത്. അതിനു വേണ്ടി ഒരു സ്പെഷ്യൽ മെഷീൻ ഉണ്ടായിരിക്കും. അതിന്റെ ട്യൂബിലൂടെ ബ്ലഡ് ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഫിൽറ്റർ then eliminate waste products and water. ഇതിലുള്ള ഫിൽറ്റർ എന്ത് ചെയ്യുന്നു? അതിലുള്ള വേസ്റ്റ് പ്രൊഡക്ട്സും വാട്ടറും ഒക്കെ എന്ത് ചെയ്യുന്നു? എലിമിനേറ്റ് ചെയ്ത് കളയുകയും the blood is then returned to the body. ആ ഒരു ബോഡിയിലേക്ക് തന്നെ റിട്ടേൺ ചെയ്യുന്നു ടുഗദർ വിത്ത് റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡ്. അതായത് ഇപ്പൊ ഒരു ഡയാലിസിസ് ചെയ്യുമ്പോൾ റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ പ്ലാസ്മ വാട്ടറിന്റെ പോലെ തന്നെ സിമിലർ ആയിട്ടുള്ള ഒരു സ്റ്റെറൈൽ ആയിട്ടുള്ള നോൺ പൈറോജനിക് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണ്. അത് ശരിക്കും ഈ ഒരു ഡയാലിസിസ് ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ കൂടെ ഈ ഒരു റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡ് കടത്തിവിടുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബോഡിയുടെ ഒരു ഫ്ലൂയിഡ് ബാലൻസ് നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെ നിന്ന് എക്സ്ട്രാ വാട്ടറും കാര്യങ്ങളും ഒക്കെ എക്സസ് ആയിട്ടുള്ളതൊക്കെ റിമൂവ് ചെയ്ത് അവരിലേക്ക് തിരിച്ചാ ബ്ലഡ് കയറുമ്പോൾ അവരുടെ ബോഡിയുമായി ബന്ധപ്പെട്ട് അവരുടെ ഫ്ലൂയിഡ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനും നിലനിർത്താനും വേണ്ടിയിട്ടാണ് ഈ ഒരു റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡ് നമ്മൾ ഇതിന്റെ കൂടെ എന്ത് ചെയ്യുന്നത്? എപ്പോഴും തിരികെ കയറ്റുമ്പോൾ അതിന്റെ ഹെൽപ്പോട് കൂടെ അല്ലെങ്കിൽ അതിനെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ അത് ചെയ്യുന്നത്. അപ്പൊ നോക്കിയേ, ദിസ് പ്രൊസീജിയർ ഈസ് ഡിസ്ചാർജ് 12 to 24 hours a day, normally every day.
ഇപ്പൊ അങ്ങനെ സീരിയസ് ആയിട്ടുള്ള കിഡ്നി ഫെയിലിയർ സംഭവിച്ച ആളുകളായതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പ്രൊസീജിയർ ഒരുപാട് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. 1 മണിക്കൂർ കൊണ്ടോ അല്ലെങ്കിൽ 2 മണിക്കൂർ കൊണ്ടോ അല്ലെങ്കിൽ ഒരു 3 മണിക്കൂർ കൊണ്ടൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അതെപ്പോഴും നമ്മൾ ആ ഒരു പ്രൊസീജിയർ ചെയ്യുന്നത് 12 മുതൽ 24 മണിക്കൂർ വരെ, ഒരു ദിവസത്തില് 12 മുതൽ 24 മണിക്കൂർ വരെയും സമയമെടുത്ത് വളരെ പതുക്കെയാണ് ആ ഒരു പ്രൊസീജിയർ ചെയ്യാൻ പറ്റുള്ളൂ. നോർമലി അവരുടെ ആ ഒരു ICU ആയിട്ടുള്ള അവരുടെ സിവിയർ കണ്ടീഷൻ ഇപ്പൊ ഒന്ന് റിക്കവർ ആവുന്നത് വരെയും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും ഇത് ചെയ്യേണ്ടതായിട്ട് വരും. ഒരു കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി അല്ലെങ്കിൽ CRRT എന്ന് പറഞ്ഞാൽ ഒരു കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി നൂതനമായിട്ടുള്ള ഒരു ഡയാലിസിസ് പ്രക്രിയയാണ്. അത് പ്രധാനമായിട്ടും ഇന്റൻസീവ് കെയർ യൂണിറ്റിലെ ആളുകൾക്ക്, സിവിയർ കിഡ്നി ഫെയിലിയർ സംഭവിച്ച ഇന്റൻസീവ് കെയർ യൂണിറ്റിലുള്ള ആളുകൾക്ക് വേണ്ടിയാണ് നമുക്കിത് ചെയ്യാൻ പറ്റുന്നത്. ഇതിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഹീമോഫിൽട്രേഷൻ. ഇവിടെയും ഒരു മെഷീന്റെ സഹായത്തോടു കൂടിയാണ് ചെയ്യുന്നത്. ആ മെഷീന്റെ ട്യൂബിലൂടെ ബ്ലഡ് പാസ് ചെയ്ത് പോകുമ്പോൾ അതിലെ ഫിൽറ്റർ ആ ബ്ലഡിലെ വേസ്റ്റസിനെയും എക്സ്ട്രാ വാട്ടറിനെയും ഒക്കെ പ്യൂരിഫൈ ചെയ്യുന്നു. അതിനുശേഷം ഈ പ്യൂരിഫൈഡ് ആയിട്ടുള്ള ബ്ലഡ് തിരിച്ച് റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡിന്റെ സഹായത്തോടു കൂടി അവരുടെ ബോഡിയിലേക്ക് തന്നെ തിരികെ കയറ്റുന്നു. റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ പ്ലാസ്മ വാട്ടറിനോട് സിമിലർ ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് ആണ്. അത് നമ്മുടെ ബോഡിയിലെ ഈ ഒരു ഡയാലിസിസ് പ്രൊസീജിയറുമായി ബന്ധപ്പെട്ടുള്ള ഡീഹൈഡ്രേഷൻസ് അല്ലെങ്കിൽ ആ ഒരു ഫ്ലൂയിഡ് ബാലൻസ് ഒക്കെ അവരുടെ ബോഡിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡ് കൂടി അതിനോടൊപ്പം കഴിക്കുന്നത്. ഈ ഒരു പ്രൊസീജിയർ 12 to 20 hours a day, അതായത് ഒരു ദിവസത്തിൽ 12 മുതൽ 24 മണിക്കൂർ വരെയും സമയമെടുത്താണ് ഈ ഒരു പ്രൊസീജിയർ ചെയ്യുക. ചിലപ്പോൾ എല്ലാ ദിവസവും ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വളരെ സിവിയർ ആയിട്ടുള്ള കണ്ടീഷനുള്ള പേഷ്യൻസ് ആകുമ്പോൾ പെട്ടെന്ന് അവരുടെ ബോഡിയിൽ നിന്ന് ബ്ലഡ് വലിച്ചെടുക്കുക, അതേപോലെ തന്നെ സ്പീഡിൽ അവരുടെ ബോഡിയിലേക്ക് തിരികെ കയറ്റുക, അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലെ, കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരാം. ആ കാരണം അവരുടെ ചിലപ്പോൾ BP ലെവൽ കുറഞ്ഞു പോവാം. അപ്പൊ ചിലപ്പോൾ അതുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാം. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധാപൂർവ്വം നമുക്ക് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് വളരെ സ്ലോ ആയിട്ട് വളരെ ചെറിയ രീതിയിൽ കുറച്ച് ചെറിയ വളരെ ഫ്ലോ റേറ്റ് വളരെ കുറച്ച് ചെറിയ രീതിയിൽ ബ്ലഡ് വലിച്ചെടുക്കുകയും അത് ഫിൽറ്റർ ചെയ്ത് പതുക്കെ അവരുടെ ബോഡിയിലേക്ക്, അതുകൊണ്ടാണ് അത്രയും സമയം എടുക്കുന്നത്. 12 to 24 hours വരെയും അവരുടെ ആ ഒരു പ്രൊസീജിയർ ചെയ്യാൻ വേണ്ടി ഒരു ദിവസം അവർക്ക് സമയം വേണ്ടി വന്നേക്കാം. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി. ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് അഡ്വാൻറ്റേജ് ഓർ ബെനിഫിറ്റ്സ്. The following steps can help increase the effectiveness of your dialysis treatment. നമ്മൾ ഈ താഴെ പറഞ്ഞിരിക്കുന്ന ഓരോ സ്റ്റെപ്സും കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഡയാലിസിസ് ട്രീറ്റ്മെന്റ് വളരെ എഫക്റ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു കാര്യക്ഷമത നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. അതായത് ഒരു രോഗി അല്ലെങ്കിൽ ഒരു പേഷ്യന്റ് ചെയ്യേണ്ടതായിട്ടുള്ള കുറെ കാര്യങ്ങളാണ്. ആ ഒരു രോഗിക്ക് ആ ഒരു ഡയാലിസിസ് ട്രീറ്റ്മെന്റ് കാര്യക്ഷമമാവണം അല്ലെങ്കിൽ വളരെ അഡ്വാൻറ്റേജ് ആയിട്ട് മാറണമെങ്കിൽ അവര് ഫോളോ ചെയ്യേണ്ട കുറച്ച് സ്റ്റെപ്പുകളാണ് താഴെ പറയുന്നത്. ഫസ്റ്റ് വൺ ആണ് കംപ്ലീറ്റ് ദ ട്രീറ്റ്മെന്റ് ആസ് പെർ ടു ദ റെക്കമെൻഡഡ് ഷെഡ്യൂൾ. ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്ന അതേ കൃത്യമായിട്ടുള്ള ഷെഡ്യൂൾ പ്രകാരം ട്രീറ്റ്മെന്റുകൾ പൂർത്തിയാക്കുക. എന്നാലല്ലേ നമ്മളോട് പറയാറുണ്ട് അല്ലെ, ഒരു ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പോൾ പ്രത്യേകിച്ച് ഈ ആന്റിബയോട്ടിക്സ് ഒക്കെ കോഴ്സ് ഉണ്ടായിരിക്കും ഇല്ലേ, ഒരു 3 ദിവസം അല്ലെങ്കിൽ 5 ദിവസം. എന്നാൽ മാത്രമേ അതിന്റെ ആ ഒരു ഫലം നമുക്ക് റിസൾട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ശരിയല്ലേ? പറയാറില്ലേ ഡോക്ടേഴ്സ്? 3 ദിവസം അല്ലെങ്കിൽ 5 ദിവസം അല്ലെങ്കിൽ ഇത്ര ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അത് യൂസ് ചെയ്യണം അല്ലെങ്കിൽ കഴിക്കണം എന്ന് പറയാറുണ്ട് അല്ലെ, മരുന്നുകളാണെങ്കിലും ഒക്കെ. അപ്പൊ അതിന്റെ ഫലം കിട്ടണമെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് കൃത്യമായിട്ട് നമ്മൾ അത് ചെയ്തിരിക്കണം. ശരിയല്ലേ? ഇവിടെ ഒരു ഡയാലിസിസിന് വേണ്ടി വരുന്ന ഒരു പേഷ്യന്റിന് ആ ഒരു ട്രീറ്റ്മെന്റ് എഫക്റ്റീവ് ആയിട്ട് മാറണമെങ്കിൽ അവർക്ക് ആ ഡോക്ടർ റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന ഷെഡ്യൂൾ പ്രകാരം ആ ഒരു ട്രീറ്റ്മെന്റ് അവർ പൂർത്തിയാക്കിയിരിക്കണം. അല്ലാതെ 2 ദിവസം, ഒരു 5 ദിവസത്തേക്ക് അല്ലെങ്കിൽ ഒരാഴ്ച നിങ്ങൾക്ക് ഡയാലിസിസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് 2 ദിവസം കഴിയുമ്പോൾ അത് നിർത്തിപ്പോയാൽ അവർക്ക് ആ ഒരു ട്രീറ്റ്മെന്റിന്റെ ഫലം കിട്ടുമോ?
കിട്ടില്ല അല്ലെ. അപ്പൊ അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അവർ ട്രീറ്റ്മെന്റ് പൂർത്തിയാക്കുക, അറിഞ്ഞിട്ടുള്ള റെക്കമെൻഡഡ് ഷെഡ്യൂൾ അനുസരിച്ച് തന്നെ ആ ട്രീറ്റ്മെന്റുകൾ പൂർത്തിയാക്കുക. Second one, avoid customized eating plan recommended by dietitian. നമുക്കറിയാം ഒരു കിഡ്നി പ്രോബ്ലം ഉള്ളവർക്ക് എല്ലാ ഭക്ഷണങ്ങളും ഒന്നും കഴിക്കാൻ പറ്റില്ല അല്ലെ. കൃത്യമായിട്ടുള്ള ഒരു ഡയറ്റ് അവർ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരില്ലേ? നമ്മൾ പഠിച്ചില്ലേ റീനൽ ഡയറ്റ്? പഠിച്ചോ? ഓർക്കുന്നുണ്ടോ? അപ്പൊ അങ്ങനെ ആ ഒരു റീനൽ ഡയറ്റ് അല്ലെങ്കിൽ അവരുടെ കിഡ്നി പ്രോബ്ലവുമായി ബന്ധപ്പെട്ട് അവർക്ക് എല്ലാ ഭക്ഷണങ്ങളും കഴിക്കാൻ പറ്റില്ല. അപ്പൊ അവരുടെ രോഗാവസ്ഥയ്ക്ക് അനുസരിച്ച് കൃത്യമായിട്ട് ഡയറ്റീഷ്യൻ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള അവരുടെ ഓരോരുത്തർക്കും കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഈറ്റിംഗ് പ്ലാനുകൾ അല്ലെങ്കിൽ ഡയറ്റുകളുണ്ട്. അത് കൃത്യമായിട്ട് അവര് പാലിക്കുക. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തത് get as much physical activity as possible to improve your strength and heart health. അതുപോലെ അവർക്ക് സാധ്യമായിട്ടുള്ള ചിലർക്ക് ഭയങ്കര സിവിയർ ആയിട്ടുള്ള ഒരു കിഡ്നി ഫെയിലിയർ വന്ന ആളുകളോട് നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാൻ പറഞ്ഞാൽ പറ്റില്ല. അതേസമയം സാധ്യമാവുന്ന രീതിയിൽ അല്ലാത്ത ആളുകൾക്ക് വലിയ രീതിയിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആളുകളാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുക, അവർക്ക് സാധ്യമായിട്ടുള്ള രീതിയിൽ ചെറിയ ചെറിയ ഫിസിക്കൽ ആക്ടിവിറ്റീസും എക്സസൈസുകളും ഒക്കെ ചെയ്യുകയും അവരുടെ ആ ഒരു സ്ട്രെങ്ത്, അവരുടെ ബോഡിയുടെ ആ ഒരു സ്ട്രെങ്ത്തും ആ ഹാർട്ടിന്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ ഹെൽത്തും ഒക്കെ മെച്ചപ്പെടുത്താനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. Then fourth പോയിന്റില് communicate with dialysis provider and pharmacist about any medications, supplements of herbal products or you are taking or are considering starting. അതുപോലെ തന്നെ ഇപ്പൊ ഡയാലിസിസ് നൽകുന്ന ഡയാലിസിസ് പ്രൊവൈഡേഴ്സിനോടായിക്കോട്ടെ ഫാർമസിസ്റ്റിനോടായിക്കോട്ടെ നമ്മളുടെ ഇപ്പൊ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട മരുന്നുകളെ കുറിച്ചും സാധനങ്ങളെ കുറിച്ചും ഇപ്പൊ ഹെർബൽ പ്രൊഡക്റ്റുകളായിക്കോട്ടെ അതിനെ കുറിച്ച് നമ്മൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നവയാവാം അല്ലെങ്കിൽ ഓൾറെഡി നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നവയാവാം. അതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുക. എപ്പോൾ കഴിക്കണം അല്ലെ, എപ്പോൾ കഴിക്കണം, എത്ര അളവിൽ കഴിക്കണം, അതെല്ലാം കൃത്യമായിട്ട് നമുക്ക് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനൊരു റിസൾട്ട് കിട്ടുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഡയാലിസിസ് പ്രൊവൈഡേഴ്സിനോടും ഫാർമസിസ്റ്റിനോടും അവരുടെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന മെഡിസിൻസ് ആവാം, അല്ല എങ്കിൽ ഓൾറെഡി അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന മെഡിസിൻസ് ആവാം, ഹെർബൽ പ്രൊഡക്റ്റ് ആവാം, മറ്റെന്തെങ്കിലും സപ്ലിമെന്റ്സ് ആവാം, അതിനെ കുറിച്ച് ആ ഫാർമസിസ്റ്റിനോടും ഡയാലിസിസ് പ്രൊവൈഡേഴ്സിനോടും ശരിയായ രീതിയിലുള്ള ഒരു ആശയവിനിമയം നടത്തുക. Last point, talk with the dialysis team about any anxiety or side effects that you may have. ഇനി നമുക്ക് എന്തെങ്കിലും ഡയാലിസിസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും സൈഡ് എഫക്റ്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കുറിച്ച് ഒരു ആൻസൈറ്റി അല്ലെങ്കിൽ ഒരു ഉത്കണ്ഠ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡയാലിസിസ് ടീമിന്റെ അടുത്ത് അത് സംസാരിച്ച് വ്യക്തമാക്കുക. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്? അഡ്വാൻറ്റേജ് ഓഫ് ബെനിഫിറ്റ്സില് ഈ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡയാലിസിസ് ട്രീറ്റ്മെന്റ് വഴി അവർക്ക് വളരെ കാര്യക്ഷമമായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്താ പറയുന്നത്? ഒരു ഡോക്ടറിന് റെക്കമെൻഡ് ചെയ്ത കൃത്യമായിട്ടുള്ള ഷെഡ്യൂൾ പ്രകാരം അവരുടെ ട്രീറ്റ്മെന്റ്സ് പൂർത്തിയാക്കുക. രണ്ടാമത്തേത് അവരുടെ ഡയറ്റീഷ്യൻ നിർദ്ദേശിച്ച പ്രകാരമുള്ള കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഈറ്റിംഗ് പ്ലാനുകൾ പാലിക്കുക അല്ലെങ്കിൽ അത് എന്ത് ചെയ്യുക, അബാൻഡൻ ചെയ്യുക. മൂന്നാമത്തത് get as much physical activity as possible to improve your strength and health. അവർക്ക് സാധ്യമാണെങ്കിൽ അവർക്ക് സാധ്യമാവുന്ന രീതിയിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുകയും അവരുടെ ബോഡി സ്ട്രെങ്തൻ ചെയ്യുകയും ഹാർട്ടിന്റെ ഹെൽത്തും നല്ല രീതിയിൽ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക. ഫോർത്ത് പോയിന്റിൽ പറയുന്നത് ഡയാലിസിസ് പ്രൊവൈഡേഴ്സിനോടും അതുപോലെ ഫാർമസിസ്റ്റിനോടും അവരിപ്പോ നിലവിൽ അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകളെ കുറിച്ചായിക്കോട്ടെ അല്ലെങ്കിൽ ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നവയെ കുറിച്ചായിക്കോട്ടെ, അതിപ്പോ മെഡിസിൻസ് ആവാം, സപ്ലിമെന്റ്സ് ആവാം, ഹെർബൽ പ്രൊഡക്റ്റുകളാവാം, അതിനെ കുറിച്ച് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്ത് ആശയവിനിമയം നടത്തി അത് മനസ്സിലാക്കുക. Then last point, talk with the dialysis team about any anxiety or side effects that you may have. ഇനി ഈ ഡയാലിസിസ് ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സൈഡ് എഫക്റ്റുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ആൻസൈറ്റി അല്ലെങ്കിൽ ഉത്കണ്ഠ ഉണ്ടെങ്കിൽ അതിനെ കുറിച്ചൊക്കെ ഡയാലിസിസ് ടീമിനോട് സംസാരിക്കുകയും അത് വ്യക്തമാക്കുകയും ചെയ്യുക. വേഗം ഒന്ന് വായിച്ചു നോക്കിയ അഡ്വാൻറ്റേജ് ഓഫ് ബെനിഫിറ്റ്സ്.
വായിച്ചു കഴിയുമ്പോ ഒന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് വരുന്നത് ആഫ്റ്റർ എഫക്ട്സ്. ബോത്ത് കൈൻഡ്സ്. സെക്കൻഡ് ലാസ്റ്റ് പോയിന്റോ? സെക്കൻഡ് ലാസ്റ്റ് പോയിന്റ് ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോ ഒരു ട്രീറ്റ്മെന്റ്, നമ്മൾ ഏതൊരു ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ നമ്മൾ കുറെ മരുന്നുകൾ കഴിക്കും അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട മെഡിസിൻസ് കഴിക്കുന്നുണ്ട്. അതിപ്പോ ഒരു ഹെർബൽ പ്രൊഡക്റ്റുകളാവാം, എന്തുമായിക്കോട്ടെ. അത് ചിലപ്പോൾ നമ്മൾ ഓൾറെഡി കഴിച്ചുകൊണ്ടിരിക്കുന്നതാവാം, അല്ലെങ്കിൽ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതാവാം. അതിനെ കുറിച്ച് അവിടുത്തെ ഫാർമസിസ്റ്റിനോടും നമുക്ക് ആ ഒരു ഡയാലിസിസ് നൽകുന്ന ഡയാലിസിസ് പ്രൊവൈഡേഴ്സിനോടും ശരിയായ രീതിയിൽ ആശയവിനിമയം നടത്തി അതെങ്ങനെയാണ് കഴിക്കേണ്ടത്, എത്ര അളവിലാണ് കഴിക്കേണ്ടത്, അതിനെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുക. മനസ്സിലായോ? നെക്സ്റ്റ് വൺ ആണ് ആഫ്റ്റർ എഫക്ട്സ്. Both kinds of dialysis come with side effects. നമ്മുടെ ഹീമോഡയാലിസിസ് ആണെങ്കിലും PD, അതായത് പെരിറ്റോണിയൽ ഡയാലിസിസ് ആണെങ്കിലും കുറച്ച് സൈഡ് എഫക്റ്റുകൾ അതുമായി ബന്ധപ്പെട്ടുണ്ട്. It can also be difficult to tell surely whether its symptom is because of dialysis or the kidney failure that is also affecting the body. അപ്പൊ നമുക്ക് ഇത് ഷുവർ ആയിട്ട് പറയാൻ പറ്റില്ല ഈ ഒരു സൈഡ് എഫക്ട് ഒന്നില്ലെങ്കിൽ ഡയാലിസിസ് ചെയ്യുന്നതിന്റെയാണോ, അല്ലെങ്കിൽ അവരുടെ ഒരു കിഡ്നി ഫെയിലിയറുമായി ബന്ധപ്പെട്ട അവർക്ക് വന്നിരിക്കുന്ന ഒരു സിംറ്റം ആണോ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിഫിക്കൽട്ട് ആണ്. നമുക്ക് ഉറപ്പിച്ചു പറയാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ പോലും സം ഓഫ് ദ മോസ്റ്റ് കോമൺ ആഫ്റ്റർ എഫക്ട് ദാറ്റ് പീപ്പിൾ ടെൽ ഇൻക്ലൂഡ്. അപ്പൊ ആളുകള് ഈ ഒരു സൈഡ് എഫക്ട്സ് അനുഭവിച്ചിട്ടുള്ള ആളുകള് മോസ്റ്റ് കോമൺ ആയിട്ട് പറഞ്ഞിരിക്കുന്ന കുറച്ച് ആഫ്റ്റർ എഫക്ട്സ് ആണ് ഈ താഴെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ അതൊന്ന് നിങ്ങൾ വായിച്ചു വെക്കണം കേട്ടോ. ഈ ഹീമോഡയാലിസിന്റെ ആണെങ്കിലും പെരിറ്റോണിയൽ ഡയാലിസിന്റെ ആണെങ്കിലും ഈ ആഫ്റ്റർ എഫക്ട്സിനെ കുറിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. പ്രധാനമായിട്ടും ചോദിക്കാറ് ഇൻക്ലൂഡഡ് ആയത് ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്, ഇൻക്ലൂഡഡ് അല്ലാത്തത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ രണ്ടും തമ്മിൽ ഒരു വ്യത്യാസം ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചു വെച്ചാൽ മതി. ഇപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല മറ്റേത് ഏതാന്നുള്ളത്. വായിക്കാം, അതിൽ ഏതാണോ എളുപ്പം നിങ്ങൾക്ക് അത് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ അതൊന്ന് നോക്കി വെക്കണം കേട്ടോ. HT ആൻഡ് PD. അപ്പൊ അതില് ഫസ്റ്റ് പോയിന്റ് HDയുമായി ബന്ധപ്പെട്ട ആദ്യം ഹീമോഡയാലിസിസുമായി ബന്ധപ്പെട്ട ആഫ്റ്റർ എഫക്ട്സ് ആണ്. ഫസ്റ്റ് വൺ ആണ് സ്റ്റോപ്പേജ് ഇൻ യുവർ വാസ്കുലർ അസസ് സൈറ്റ്. അതായത് എൻട്രൻസ് പോയിന്റ്. നമ്മൾ പറഞ്ഞിരുന്നു ഹീമോഡയാലിസിസിൽ നമ്മളൊരു വാസ്കുലർ അസസ് സൈറ്റ് ഒരു ചെറിയ മൈനർ സർജറിയിലൂടെ ഉണ്ടാക്കും അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്നു പറഞ്ഞു അല്ലെ, ഓർക്കുന്നുണ്ടോ? അപ്പൊ ആ ഒരു ഭാഗത്ത് ആ ഒരു വാസ്കുലർ ഫിസ്റ്റുല, ഗ്രാഫ്റ്റ് അല്ലെ, ടീച്ചറൊക്കെ പഠിച്ചതാണ് അല്ലെ. അപ്പൊ ആ ഒരു ഭാഗത്ത് എന്തെങ്കിലും സ്റ്റോപ്പേജ്, ഒരു തടസ്സം അനുഭവപ്പെടും. അതായത് എന്തെങ്കിലും ഒരു ബ്ലഡ് ക്ലോട്ട് ഉണ്ടാവുക, പ്രധാനമായിട്ടും ബ്ലഡ് ക്ലോട്ടുകളൊക്കെയാണ് ഉണ്ടാവാറ്. ആ ഒരു സ്റ്റോപ്പേജ് അല്ലെങ്കിൽ ആ ഒരു തടസ്സം അനുഭവപ്പെടുന്നതാണ് ഒന്നാമത്തെ സൈഡ് എഫക്ട് അല്ലെങ്കിൽ ആഫ്റ്റർ എഫക്ട്. ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അവിടെ തന്നെ ഡയാലിസിസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഭാഗത്തെ ആ ഒരു വാസ്കുലർ സൈറ്റിന് എന്തെങ്കിലും തടസ്സം നേരിടാം. ചിലപ്പോൾ ബ്ലഡ് ക്ലോട്ട് ഒക്കെ വന്നത് കൊണ്ടാവും. അതാണ് ഒന്നാമത്തെ സൈഡ് എഫക്ട്. രണ്ടാമത്തത് മസ്കുലാർ സ്പാസം. ഏത് ഭാഗത്താണോ ആ ഒരു ഡയാലിസിസ് പ്രൊസീജിയർ നമ്മൾ ചെയ്യുന്നത് ആ ഭാഗത്തെ മസിൽസിന് എന്ത് ചെയ്യുന്നു, പേശി രോഗാവസ്ഥ അല്ലെങ്കിൽ ഇപ്പൊ മസിൽസ് ക്രാംസോ മസിൽ ക്രാമുകളോ അല്ലെങ്കിൽ പേശി വലിയുന്ന അവസ്ഥയോ അങ്ങനെ എന്തെങ്കിലും മസിൽസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും രോഗാവസ്ഥകൾ ഉണ്ടായേക്കാം. മൂന്നാമത്തത് ഹൈപ്പോടെൻഷൻ, ബ്ലഡ് പ്രഷർ, BP കുറയുന്ന അവസ്ഥ ഉണ്ടായേക്കാം. നാലാമത്തത് ബിസിനസ് ഓർ നോസിയ, ക്ഷീണം, തലകറക്കം, അതുപോലെ തന്നെ ഓക്കാനം വരിക മുതലായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സിംറ്റംസ് കാണാറുണ്ട്. ആ ബ്ലഡ് ലോസ്, ചിലപ്പോൾ ആ ഒരു വാസ്കുലർ അസസ് സൈറ്റിൽ നിന്നും ബ്ലഡ് ലോസ് ആയി അല്ലെങ്കിൽ എന്താണ് നിയന്ത്രണമില്ലാത്ത രീതിയിൽ നഷ്ടപ്പെടാനും അല്ലെങ്കിൽ ഒരു ബ്ലഡ് എന്താണ് ലോസ് ആവാനുള്ള സാധ്യത അല്ലെങ്കിൽ അവിടെ ഒരു ബ്ലീഡിംഗ് പോലെയുള്ള എന്തെങ്കിലും സിംറ്റംസ് കാണാനുള്ള സാധ്യതകളും ഉണ്ട്. ഒരു ഹീമോഡയാലിസിസുമായി ബന്ധപ്പെട്ട ആഫ്റ്റർ എഫക്റ്റുകൾ
ബുദ്ധിമുട്ടുകളാണ് പറഞ്ഞത്. ഫസ്റ്റ് വൺ ആണ് സ്റ്റോപ്പേജ് ഇൻ യുവർ വാസ്കുലാർ അസസ് സൈറ്റ്. വാസ്കുലാർ അസസ് സൈറ്റില് ഒരു സ്റ്റോപ്പേജ് അല്ലെങ്കിൽ ഒരു തടസ്സം അനുഭവപ്പെടുക. അവിടെ എന്തെങ്കിലും ബ്ലഡ് ക്ലോട്ടുകൾ മൂലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താൽ ഒരു തടസ്സം അനുഭവപ്പെടുന്നു. രണ്ടാമത്തത് മസ്കുലാർ സ്പാസം, പേശി രോഗാവസ്ഥ അല്ലെ. അവിടെ പേശികൾക്ക് അല്ലെങ്കിൽ മസിൽസിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള മസിൽസിന്റെ ക്രാംസോ അല്ലെങ്കിൽ മസിൽസിനോ എന്താണ് എരിഞ്ഞു മുറുകുന്ന പോലെയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫീൽ ചെയ്യുന്നു. ഹൈപ്പോടെൻഷൻ, ബ്ലഡ് പ്രഷർ, ബി കുറയുന്ന അവസ്ഥയുണ്ടാവാം, ക്ഷീണം, വീക്ക്നെസ് ഉണ്ടാവാം, ഡിസ്നസ്, തലകറക്കം അനുഭവപ്പെടാം, അതുപോലെ നോസിയ, ഓക്കാനം തോന്നാം, ആൻഡ് ബ്ലഡ് ലോസ്, രക്തം നഷ്ടമാവുന്ന കണ്ടീഷൻസും ഒരു എന്താണ് ഹീമോ ഡയാലിസിസിന്റെ ആഫ്റ്റർ എഫക്റ്റിൽ വരുന്നതാണ്. ഇനി അടുത്തതാണ് പെരിറ്റോണിയൽ ഡയാലിസിസിന്റെ ആഫ്റ്റർ എഫക്ട്സ് ആണ്. ഫസ്റ്റ് വൺ ആണ് ഹെർണിയ, വീക്ക്നെസ് ഇൻ യുവർ അബ്ഡോമൻ മസിൽ ഓഫൻ പ്രസന്റിംഗ് ആസ് എ ലംബ് ഓർ സ്വോളൻ. അതായത് നമ്മുടെ അബ്ഡോമിനൽ മസിൽ, നമുക്കറിയാം പേടി എപ്പോഴും നമ്മുടെ അബ്ഡോമിനൽ ഭാഗത്തെ പെരിറ്റോണിയമാണ് നമ്മൾ അവിടെ ഫിൽറ്റർ ആയിട്ട് എടുത്ത് ആ ഒരു ഭാഗത്തെയാണ് നമ്മൾ അതിനുള്ളിൽ വെച്ചിട്ടാണ് നമ്മുടെ ഫിൽട്രേഷൻ പ്യൂരിഫിക്കേഷൻ നടക്കുന്നത് അല്ലെ. ഇവിടെ ആ ഒരു വീക്ക്നെസ് നമ്മുടെ അബ്ഡോമിനൽ മസിൽസിന് ഒരു വീക്ക്നെസ് ഉണ്ടാവുകയും അങ്ങനെ വീക്ക് ആവുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആന്തരിക അവയവങ്ങൾ ഒരു മുഴകൾ പോലെയോ അല്ലെങ്കിൽ ഒരു സ്വളം വീർത്തിരിക്കുന്നത് പോലെയോ പുറത്തേക്ക് തള്ളി വരുന്ന ഒരു അവസ്ഥയാണ് ഹെർണിയ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഹെർണിയ ഉണ്ടാവാനായിട്ട് ഒരു സൈഡ് എഫക്ട്സ് ആയിട്ട് പെരിറ്റോണിയൽ ഡയാലിസിസിലാണ് കൂടുതലും ചാൻസ്. കാരണം നമ്മൾ അബ്ഡോമിനൽ ഏരിയയുമായി ബന്ധപ്പെട്ടാണ് ആ ഒരു പ്രൊസീജിയർ ചെയ്യുന്നത്. അവിടുത്തെ മസിൽസ് വീക്ക് ആവാനും ഇതേപോലെ ഹെർണിയ കാണാനും സാധ്യതയുണ്ട്. ദെൻ വെയിറ്റ് കൂടുന്നത്, വണ്ണം അല്ലെങ്കിൽ ആ ഒരു വെയിറ്റ് കൂടുന്നതും ഇതിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ. ഒരു PD-യുടെ 2 എണ്ണം പഠിക്കാനുള്ളൂ, മറിച്ച് HD-യുടെ ഒത്തിരി അതിലുണ്ട്. അതിൽ ഏതാണോ നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നത്, ഇൻക്ലൂഡഡ് ആയത് ഇൻക്ലൂഡഡ് അല്ലാത്തത് ഏത് എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിനൊരു മറുപടി അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു ആൻസർ ചെയ്യാൻ കഴിയും. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ ആണോ? ക്ലിയർ? ശരി. So even though these after effects may sound terrifying, they should be compared to the risk that arise from continuing to live with untreated kidney failure. For untreated ആയിട്ടുള്ളത്, ഇതൊരു കിഡ്നി ഫെയിലിയർ വന്ന് അതൊരു ട്രീറ്റ്മെന്റ് എടുക്കാതെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ജീവിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടേണ്ടി വരും അല്ലെ. അതിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ സൈഡ് എഫക്റ്റുകൾ അത്ര വലിയ കാര്യമാണോ? ആണോ? നമുക്ക് ഈ ഒരു ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാവുമെന്ന് സ്വാഭാവികമായിട്ടും കേൾക്കുമ്പോൾ അത് എന്താണ്, കുറച്ച് ടെറിഫൈങ് ആണ്, കുറച്ച് പേടിപ്പിക്കുന്നതാണെങ്കിൽ പോലും ഈ ഒരു ട്രീറ്റ്മെന്റ് എടുക്കാതെ അവര് കണ്ടിന്യൂസ് ആയിട്ട് ജീവിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളുടെ അത്രയും വരുമോ? ഇത് വരില്ല അല്ലെ. അപ്പൊ അത്രയും ബുദ്ധിമുട്ട് നമുക്കിതില്ല. ട്രീറ്റ്മെന്റ് എടുക്കുന്നതുകൊണ്ട് ഇങ്ങനെയുള്ള ചെറിയ സൈഡ് എഫക്റ്റുകൾ ഉണ്ടാവുമെങ്കിൽ പോലും നമ്മളതൊരു ട്രീറ്റ്മെന്റ് എടുക്കാതെയുള്ള ആ ഒരു ആഫ്റ്റർ എഫക്റ്റിന്റെ അത്രയും വരുന്നില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും നല്ലൊരു ട്രീറ്റ്മെന്റ് ആണ് എല്ലാവരും പ്രിഫർ ചെയ്യുക. അപ്പൊ ഈ ഒരു സൈഡ് എഫക്റ്റ് ഉണ്ട് എന്ന് വിചാരിച്ച് ട്രീറ്റ്മെന്റുകൾ എടുക്കാതിരിക്കരുത്. ട്രീറ്റ്മെന്റ് സൈഡ് എഫക്റ്റ് ആണെങ്കിൽ ഒരുപാട് വലിയ രീതിയിലുള്ള സൈഡ് എഫക്ട്സുകൾ ഇല്ല അല്ലെ. അപ്പൊ കോമൺ ആയിട്ട് ചിലപ്പോൾ എല്ലാവർക്കും ഈ സൈഡ് എഫക്റ്റുകൾ കണ്ടെന്നും വരില്ല. ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കണ്ടീഷൻ അനുസരിച്ചായിരിക്കും കേട്ടോ. ദെൻ അടുത്തത് നമ്മള് ഡയാലിസിസ് സെന്റർ എന്താണ് എന്നാണ് പഠിക്കുന്നത്. ഡയാലിസിസ് സെന്റർ, it is a clinical establishment that treats the patients with renal failure. Dialysis center is a clinical establishment that deals with treat the patients with renal failure. Renal failure, right? Kidney failure, അല്ലെങ്കിൽ കിഡ്നിയുമായി ബന്ധപ്പെട്ട ഫെയിലിയർ അല്ലെങ്കിൽ കിഡ്നിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ലിനിക്കൽ സ്ഥാപനമാണ് ഡയാലിസിസ് സെന്റർ എന്ന് പറയുന്നത്.
And sometimes patients with normal renal functions also need hemodialysis like patients with some poisoning. ഇപ്പൊ എന്തെങ്കിലും പാമ്പ് കടിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പോയിസണിങ്ങുമായി ബന്ധപ്പെട്ട് അപ്പൊ അവരുടെ നോർമൽ ആയിട്ടുള്ള റീനൽ ഫങ്ഷൻസ് നോർമൽ ആയിട്ട് അവരുടെ കിഡ്നി എങ്ങനെയായിരിക്കും പ്രവർത്തിക്കുന്നുണ്ടാവും അല്ലെ? ചില പേഷ്യൻസിന് അങ്ങനെ നോർമൽ ആയിട്ട് അവരുടെ കിഡ്നി പ്രവർത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇതുപോലെയുള്ള എന്തെങ്കിലും പോയിസണിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ അവർക്ക് എന്ത് ആവശ്യമായി വന്നേക്കാം? ഹീമോഡയാലിസിസ് ആവശ്യമായി വന്നേക്കാം. Then the dialysis center may act either or both inpatient and outpatients, relying on the medical facility type, and may provide self-dialysis training and for peritoneal dialysis besides to hemodialysis. ഇവിടെ ഒരു ഡയാലിസിസ് സെന്റർ എന്ന് പറഞ്ഞാൽ ഇത്രയും മാത്രം മനസ്സിലാക്കുക. ഒരു റീനൽ ഫെയിലിയർ, ഒരു കിഡ്നി ഫെയിലിയർ സംഭവിച്ച പേഷ്യൻസിനുള്ള ട്രീറ്റ്മെന്റുകൾ നൽകുന്ന ഒരു ക്ലിനിക്കൽ സ്ഥാപനമാണ് ഡയാലിസിസ് സെന്റർ. ഈ ഡയാലിസിസ് സെന്ററുകളുമായി ബന്ധപ്പെട്ട് ചില പേഷ്യൻസിന് അവരുടെ നോർമൽ ആയിട്ടുള്ള കിഡ്നി പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതായിരിക്കും. പെട്ടെന്നുണ്ടാകുന്ന എന്തെങ്കിലും പോയിസണിങ് പോലെയുള്ള കാരണങ്ങൾ മൂലം അവർക്കൊരു ഹീമോഡയാലിസിസ് ആവശ്യമായി വന്നേക്കാം. അപ്പൊ ഈ ഒരു ഡയാലിസിസ് സെന്റർ ഏത് അബൌട്ട് ഇൻപേഷ്യന്റ് ആൻഡ് ഔട്ട് പേഷ്യന്റ് ബേസിസിൽ ഏത് ടൈപ്പ് ഓഫ് ഫെസിലിറ്റി അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ഡയാലിസിസ് ആണോ അവർക്ക് ചെയ്യേണ്ടത് അതിനനുസരിച്ച് അവർ ഇൻപേഷ്യന്റ് സർവീസ് ആണോ കൊടുക്കേണ്ടത്, ഔട്ട് പേഷ്യന്റ് സർവീസ് വേണമെങ്കിൽ സ്റ്റേ ചെയ്ത് അങ്ങനെയും ഒരു ഡയാലിസിസ് സെന്റർ എന്ത് ചെയ്യുന്നുണ്ട്? സർവീസുകൾ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൊവൈഡ് സെൽഫ് ഡയാലിസിസ് ട്രെയിനിങ്, സ്വന്തമായിട്ട് ഡയാലിസിസ് ട്രെയിനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ പെരിറ്റോണിയൽ ഡയാലിസിസ് പോലെ സെൽഫ് ഡയാലിസിസ് ട്രെയിനിങ്ങും ഈ ഒരു ഡയാലിസിസ് സെന്റർ പ്രൊവൈഡ് ചെയ്യുന്നു. ബിസൈഡ്സ് ടു ഹീമോഡയാലിസിസ്. ഹീമോഡയാലിസിസ് മാത്രമല്ല പെരിറ്റോണിയൽ ഡയാലിസിസ് പോലെയുള്ള സെൽഫ് ഡയാലിസിസ് ട്രെയിനിങ്ങുകളൊക്കെ ഈ ഒരു ഡയാലിസിസ് സെന്റർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വേഗം അണ്ടർലൈൻ, ഫസ്റ്റ് പോയിന്റ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ കേട്ടോ? അതിൽ ബാക്കിയൊന്നും വേഗം വായിച്ചു നോക്കിയേ. Clear ആണോ? വേഗം റിപ്ലൈ ചെയ്യ്. ഓക്കെ, നെക്സ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ റിക്വയർമെന്റ്. ഒരു ഡയാലിസിസ് ഏരിയയുമായി ബന്ധപ്പെട്ട് വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ റിക്വയർമെന്റ് അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങൾ എന്തൊക്കെയാണ് അതാണ് ഇനി ഓരോന്നും നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് പോയിന്റ്, ദ ഡയാലിസിസ് ഏരിയ ഷുഡ് ബി പ്രൊവൈഡഡ് വിത്ത് എയർ കണ്ടീഷനിങ്. ഒരു ഡയാലിസിസ് ഏരിയയിൽ എന്ത് പ്രൊവൈഡ് ചെയ്യണം? എയർ കണ്ടീഷനിങ് പ്രൊവൈഡ് ചെയ്തിരിക്കണം. അതാണ് ഫസ്റ്റത്തെ ഇൻഫ്രാസ്ട്രക്ചർ റിക്വയർമെന്റ് അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നാമതായിട്ട് വേണ്ടത്. രണ്ടാമത്തത്, ഈച്ച് മെഷീൻ ഷുഡ് ബി അറ്റ് ദ സെന്റർ ഓഫ് ആഡിക്വേറ്റ് ഏരിയ to permit easy movement of personnel and resuscitation equipment whenever needed. ഇനി മറ്റു മെഷീൻസ് ഈ ഒരു ഡയാലിസിസ് ഏരിയയുമായി ബന്ധപ്പെട്ട് അവിടെ എല്ലാ മെഷീനുകളും എവിടെയാണ് നമ്മൾ കൃത്യമായിട്ട് പ്ലേസ് ചെയ്യുന്നത്? അറ്റ് ദ സെന്റർ ഓഫ് ആഡിക്വേറ്റ് ഏരിയ. ആ മതിയായിട്ടുള്ള ഏരിയയുടെ സെന്ററിലായിരിക്കണം അത് പ്ലേസ് ചെയ്യേണ്ടത്. ആൻഡ് ടു പെർമിറ്റ് ഈസി മൂവ്മെന്റ് ഓഫ്, അപ്പൊ മറ്റു ഏരിയയിലൂടെ അവിടുത്തെ പേഴ്സണൽസിന് അവിടുത്തെ ജീവനക്കാർക്ക് സ്റ്റാഫിന് എന്ത് ചെയ്യാം? എളുപ്പത്തിൽ മൂവ് ചെയ്യാൻ സാധിക്കും. ആൻഡ് റെസിസിറ്റേഷൻ എക്യുപ്മെന്റ് വെന്നവർ നീഡഡ്. അപ്പൊ ഈ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ പേഷ്യൻസിന് പെട്ടെന്ന് അവർക്ക് അബോധാവസ്ഥയിലേക്ക് പോവാം, അല്ലെങ്കിൽ പെട്ടെന്ന് ചിലപ്പോൾ CPR കൊടുക്കേണ്ടതായിട്ട് വരാം. അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്യുന്നു? ഒത്തിരി ദൂരെ പോയി നമുക്ക് സാധനങ്ങൾ എടുത്തിട്ട് വരാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ ആ സാധനങ്ങളൊക്കെ കിട്ടാനും കൂടി എക്യുപ്മെന്റ് ഒക്കെ കിട്ടാനും കൂടി വേണ്ടിയിട്ടാണ് അത് എല്ലാ ഉപകരണങ്ങളും അല്ലെങ്കിൽ എല്ലാ മെഷീൻസും സെന്ററിൽ, ആ ഒരു റൂമിനാണെങ്കിൽ ആ ഒരു റൂമിന്റെ സെന്ററിൽ പ്ലേസ് ചെയ്യണം എന്ന് പറയുന്നത്. Then the layout must have facilities for safeguarding a patient's privacy. അതുപോലെ തന്നെ ഇതിന്റെ ഒരു രൂപകൽപ്പന അല്ലെങ്കിൽ അവരുടെ ഡിസൈൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? അവിടെ വരുന്ന ഓരോ പേഷ്യൻസിന്റെയും പ്രൈവസി അല്ലെ, അവരുടെ സ്വകാര്യതയെ സേഫ് ഗാർഡ് ചെയ്യുന്ന അല്ലെങ്കിൽ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഫെസിലിറ്റികളായിരിക്കണം. അതിനനുസരിച്ചായിരിക്കണം അവിടെ ഓരോ കാര്യങ്ങളും ഡിസൈൻ ചെയ്യേണ്ടത്. Then fourth one, isolation room.
there should be a distinct area for dialyzing patients with conditions that need isolation that is desirable to guarantee safety to patients and staff in the dialysis room. This area should have a free water supply and drainage facility. In isolation room, dialysis area isolation room. അതായത് ഈ ഡയാലിസിസ് ചെയ്യാൻ വരുന്ന പേഷ്യൻസിന് എന്തെങ്കിലും ഐസൊലേഷൻസോ കാര്യങ്ങളോ ആവശ്യമുണ്ട്, അവർക്ക് എന്തെങ്കിലും മറ്റെന്തെങ്കിലും പകർച്ചവ്യാധികളോ കാര്യങ്ങളോ ഒക്കെ ആവശ്യമുണ്ട് അല്ലെങ്കിൽ ഉണ്ട് എങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് പകരാണ്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ അവിടുത്തെ സ്റ്റാഫുകളായിക്കോട്ടെ മറ്റ് പേഷ്യൻസ് ആയിക്കോട്ടെ അവരുടെ ആ ഒരു സേഫ്റ്റി സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ഇവർ എന്ത് ചെയ്യുക, ഐസൊലേഷൻ റൂമുകളിലാക്കി ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ നടത്തുക. ഈ ഒരു ഏരിയ എപ്പോഴും ഫ്രീ വാട്ടർ സപ്ലൈ ഉണ്ടായിരിക്കണം, ഡ്രെയിനേജ് ഫെസിലിറ്റിയും ആ ഒരു ഐസൊലേഷൻ ഏരിയയുമായി ബന്ധപ്പെട്ടും ഉണ്ടായിരിക്കണം. Then fifth പോയിന്റില് the dialysis center shall exhibit apt signage which shall be in at least 2 languages. ഒരു ഡയാലിസിസ് സെന്ററിൽ വളരെ എന്ത് എക്സിബിറ്റ് ചെയ്യണമെങ്കിൽ പ്രദർശിപ്പിക്കണം, ശരിയായിട്ടുള്ള സൈനേജ് ബോർഡുകൾ പ്രദർശിപ്പിക്കണം. അത് എങ്ങനെയാണെങ്കിലും should be at least 2 languages. 2 ലാംഗ്വേജുകളിൽ എഴുതിയിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള സൈൻ ബോർഡുകൾ ആ ഒരു ഡയാലിസിസ് സെന്ററുമായി ബന്ധപ്പെട്ട് സ്ഥാപിക്കണമെന്നാണ് പറയുന്നത്. അപ്പൊ ഒരു ഡയാലിസിസ് സെന്റർ അല്ലെങ്കിൽ ആ ഒരു ഡയാലിസിസ് ഏരിയയുമായി ബന്ധപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചർ റിക്വയർമെന്റ്സ് അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യ ആവശ്യങ്ങളാണ് താഴെ പറയുന്നവ. ഫസ്റ്റ് വൺ പറഞ്ഞത് ആ ഒരു ഡയാലിസിസ് ഏരിയയുമായി ബന്ധപ്പെട്ട് എയർ കണ്ടീഷനിങ് പ്രൊവൈഡ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം അവിടെയുള്ള എല്ലാ മെഷീൻസും ആ ഒരു അഡിക്വേറ്റ് ഏരിയയുടെ സെന്ററിൽ പ്ലേസ് ചെയ്യുക. അതിലൂടെ മറ്റുള്ള ഏരിയയിലൂടെ അവിടുത്തെ എംപ്ലോയീസിന് നന്നായിട്ട് മൂവ് ചെയ്യാനായിട്ട് എളുപ്പത്തിൽ മൂവ്മെന്റ് നടത്താൻ പറ്റും. അതുപോലെ തന്നെ ഒരു റെസിസിറ്റേഷൻ പുനരുജ്ജീവനം ആവശ്യം വന്നാൽ പെട്ടെന്ന് എക്യുപ്മെന്റ് ആവശ്യമായി വന്നാൽ എടുക്കാനും ഉപയോഗിക്കാനും സാധിക്കുന്നു. മൂന്നാമത്തത് അതിന്റെ ആ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് എപ്പോഴും അവിടുത്തെ പേഷ്യൻസിന്റെ പ്രൈവസി അവരുടെ സ്വകാര്യതയെ സംരക്ഷിക്കുന്ന രീതിയിലായിരിക്കണം തയ്യാറാക്കേണ്ടത്. നാലാമത്തത് അവരുടെ ഡയാലിസിസ് ഏരിയയുമായി ബന്ധപ്പെട്ട ഒരു ഐസൊലേഷൻ റൂം വേണം. അങ്ങനെ ഐസൊലേഷൻ റൂമുകളിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റണം, താമസിക്കാനും ട്രീറ്റ്മെന്റ് എടുക്കാനും സാധിക്കണം. അതിലൂടെ അവിടുത്തെ മറ്റ് സ്റ്റാഫുകൾക്ക് അവർക്ക് എന്തെങ്കിലും ഒരു പകർച്ചവ്യാധിയൊക്കെ ഉണ്ടെങ്കിൽ മറ്റ് സ്റ്റാഫുകൾക്കോ അല്ലെങ്കിൽ അവിടെയുള്ള മറ്റ് പേഷ്യൻസിനൊന്നും യാതൊരുവിധ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാതെ അവരുടെ സേഫ്റ്റി കൂടി മാനിക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ഐസൊലേഷൻ റൂമുകൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ ഒരു ഐസൊലേഷൻ റൂം എങ്ങനെയായിരിക്കണം, വാട്ടർ സപ്ലൈ ഫ്രീ ആയിട്ട് വേണം, അതുപോലെ തന്നെ ഡ്രെയിനേജ് ഫെസിലിറ്റി ഒക്കെ ആ ഒരു ഏരിയയിൽ ഉണ്ടായിരിക്കണം. ലാസ്റ്റ് പറയുന്നത് ഒരു ഡയാലിസിസ് സെന്ററുമായി ബന്ധപ്പെട്ട് ആപ്റ്റ് ആയിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള സൈൻ ബോർഡുകൾ സ്ഥാപിക്കുക. അതിൽ ബെസ്റ്റ് എന്താണ്, 2 ലാംഗ്വേജിൽ നമ്മൾ അത് എഴുതുകയും വേണം. ഇനിയിപ്പോ ഒന്ന് വായിച്ചു നോക്കി ഇൻഫ്രാസ്ട്രക്ചർ. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ശരി. നെക്സ്റ്റ്, ദ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് വെരിഫൈ. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വെരിഫൈ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് താഴെ പറയുന്നത്. ഒരു ഡയാലിസിസ് സർവീസുമായി ബന്ധപ്പെട്ട് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്തൊക്കെ കാര്യങ്ങൾ വെരിഫൈ ചെയ്യണം. അതിൽ a patient and or his or representative or relative has the following rights with regard to the dialysis center. ഡയാലിസിസ് എന്നുണ്ട് അവിടെ കറക്റ്റ് ആണോ നിങ്ങളുടെ കിടക്കുന്നത്? ഡയാലിസിസ് സെന്റർ എന്നുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് ശരിയാക്കി വെക്കാം. ഡയാലിസിസ് സെന്റർ എന്നാണ്. ഒരു പേഷ്യന്റ്, ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യന്റ് ആവാം, അവരുടെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ റെപ്രസെന്റേറ്റീവ് ആയിട്ട് വരുന്ന ആളുകളാവാം, അവർക്ക് കുറച്ച് റൈറ്റ്സ് ഉണ്ട് അല്ലെ? ഈ ഒരു ഡയാലിസിസ് സെന്ററുമായി ബന്ധപ്പെട്ട് കുറച്ച് റൈറ്റ്സ് അല്ലെങ്കിൽ അവകാശങ്ങൾ അവർക്ക് കിട്ടേണ്ടതായിട്ടുണ്ട്. അവർക്ക് അങ്ങനെയുള്ള റൈറ്റ്സ് ഒക്കെ കൃത്യമായിട്ട് അവർക്ക് ആ ഒരു അവകാശങ്ങൾ അവർക്ക് ആ ഒരു സ്ഥാപനത്തിൽ നിന്നും കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആരാണ്?
ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് അത് കൃത്യമായിട്ട് വെരിഫൈ ചെയ്യേണ്ടത്. അത് അവർക്ക് ആ ഒരു റൈറ്റ്സ് എല്ലാം കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ അതിനുമായി ബന്ധപ്പെട്ട ഓരോ പോയിന്റ്സ് പഠിക്കുകയാണ്. ഫസ്റ്റ് വൺ, provide ample information about the nature, cause of illness, proposed investigations and care, expected result of treatment, likely complications. ആദ്യത്തെ എന്താണ്? provide ample information. നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ ഒരു ചിലപ്പോൾ പേഷ്യന്റ് ഭയങ്കര ക്രിട്ടിക്കൽ ആയിട്ടുള്ള കേസ് ആണെങ്കിൽ അവരുടെ റിലേറ്റീവ്സിനോട് അല്ലെങ്കിൽ അവരുടെ ബൈസ്റ്റാൻഡേഴ്സ് ആരാണോ അവരോട് എന്തൊക്കെ കാര്യങ്ങളെ കുറിച്ച് ആ ഒരു ഹോസ്പിറ്റലുകാര് ഇൻഫർമേഷൻ കൊടുക്കണം? എന്തൊക്കെ കാര്യങ്ങളെ കുറിച്ച് കൊടുക്കണം? പറഞ്ഞൊന്ന്, എന്തൊക്കെ കാര്യങ്ങളെ കുറിച്ചാണ് കൊടുക്കേണ്ടത്? എന്താണ് ഒരു റിപ്ലൈ ഇല്ലാത്ത? എന്തൊക്കെ കാര്യങ്ങളെ കുറിച്ചാണ് ഒരു ഹോസ്പിറ്റല് ഒരു പേഷ്യന്റിനെ കൊണ്ടുവരുമ്പോ ആ പേഷ്യൻസിനോടോ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ് ആണ് കൂടെ ഉള്ളതെങ്കിൽ അവരോടോ എന്തൊക്കെ കാര്യങ്ങളെ കുറിച്ച് ഇൻഫർമേഷൻസ് ഒരു ഹോസ്പിറ്റലിൽ കൊടുക്കണം? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊന്ന് പറഞ്ഞേ. പേഷ്യന്റിന്റെ ഹെൽത്ത് കണ്ടീഷനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം അല്ലെ? അവർക്ക് എന്ത് രോഗമാണ് അല്ലെ? ആ രോഗത്തിന്റെ നേച്ചർ എന്താണ് ഇല്ലേ? പറയണ്ടേ? പറയണം. ട്രീറ്റ്മെന്റിന്റെ ഡീറ്റെയിൽസ്, അവർക്ക് എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് ആരംഭിക്കാൻ പോകുന്നത് അല്ലെ? ആ ഒരു ട്രീറ്റ്മെന്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ പ്രതീക്ഷിക്കാം? പറയാറില്ലേ, ഇപ്പൊ ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട്, അത് നമുക്ക് ചെയ്താൽ നമുക്ക് ഇന്ന രീതിയിലുള്ള റിസൾട്ട് ആണ് പ്രതീക്ഷിക്കാവുന്നത്. പറയില്ലേ ഹോസ്പിറ്റലുകാര്? എന്തൊക്കെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ നമുക്ക് ചെയ്യാൻ പറ്റും, എന്തൊക്കെ പരിശോധനകൾ അവർക്ക് നടത്തണം, എന്തൊക്കെ അവരുടെ സിറ്റുവേഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടോ, ഇതെല്ലാം ആർക്കറിയേണ്ടതാണ്? അവരുടെ പേഷ്യൻസ് ഉണ്ടെങ്കിൽ പേഷ്യൻസിനോട് പറയാം. അല്ല എങ്കിൽ പേഷ്യൻസ് സീരിയസ് ആയിട്ടുള്ളതാണെങ്കിൽ അവരോട് പോയി പറഞ്ഞിട്ട് കാര്യമുണ്ടല്ലോ. അവരുടെ ബൈസ്റ്റാൻഡേഴ്സ് അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ള റിലേറ്റീവ്സ് ആരാണോ അവരോട് കൃത്യമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് കൊടുക്കണം എന്നത് അവരുടെ അവകാശത്തിലുള്ള കാര്യമാണ്. ആരുടെ അവകാശത്തിലുള്ളതാ? ആ പേഷ്യൻസിന്റെ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിന്റെ അവകാശങ്ങളിൽ വരുന്ന കാര്യമാണ്. അപ്പൊ ഫസ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്? പ്രൊവൈഡ് ആംപിൾ ഇൻഫർമേഷൻ എബൌട്ട് ദ നേച്ചർ, ആ ഒരു രോഗത്തിന്റെ സ്വഭാവം എന്താണ്, കോസ് ഓഫ് ഇൽനെസ്, ആ രോഗ കാരണം എന്താണ്, പ്രപ്പോസ്ഡ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് കെയർ, അവർക്ക് നിർദ്ദേശിച്ചിട്ടുള്ള പരിശോധനകളും പരിചരണങ്ങളും എന്താണ്, ആൻഡ് എക്സ്പെക്ടഡ് റിസൾട്ട് ഓഫ് ട്രീറ്റ്മെന്റ്, അവർക്ക് ഒരു ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ ആരംഭിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ആ ഒരു ട്രീറ്റ്മെന്റിന്റെ എക്സ്പെക്ടേഷൻ, ആ ട്രീറ്റ്മെന്റ് വഴി എന്താണ് നമ്മൾ അവരിൽ നിന്നും അത് പ്രതീക്ഷിക്കുന്നത്, ആ ട്രീറ്റ്മെന്റ് ചെയ്താൽ ചിലപ്പോൾ അത് എത്ര ശതമാനം സക്സസ്ഫുൾ ആയിരിക്കാം അല്ലെ, അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ ലൈഫ്ലി കോംപ്ലിക്കേഷൻസ്, എന്തെങ്കിലും കോംപ്ലിക്കേഷൻസോ കാര്യങ്ങളോ അവരുടെ പ്രസന്റ് കണ്ടീഷനുമായി ബന്ധപ്പെട്ടുണ്ടോ, ഇതെല്ലാത്തിനെയും കുറിച്ചും മതിയായിട്ടുള്ള ഇൻഫർമേഷൻ ആർക്കാ ഹോസ്പിറ്റലുകാർ നൽകണം? ആർക്കാ നൽകേണ്ടത്? പേഷ്യൻസ് നല്ല രീതിയിൽ ഇരിക്കുകയാണെങ്കിൽ പേഷ്യൻസിനോട് പറയാം, അല്ല എങ്കിൽ അവരുടെ ബൈസ്റ്റാൻഡേഴ്സിനോടോ റിലേറ്റീവ്സിനോടോ പറഞ്ഞിരിക്കണം. ക്ലിയർ ആണോ ഫസ്റ്റ് പോയിന്റ്? മനസ്സിലായോ? സെക്കൻഡ് പോയിന്റിൽ പറയുന്നത് പേഷ്യന്റ് ഹാസ് ദ റൈറ്റ് ആണ് കേട്ടോ, റൈറ്റ് ആണ്. പേഷ്യന്റ് ഹാസ് ദ റൈറ്റ് ടു നോ ദ ബിൽ, സോ എക്സ്പെക്ടഡ് കോസ്റ്റ് ഓഫ് ട്രീറ്റ്മെന്റ് ഷുഡ് ബി ഡിസ്കസ്ഡ് ബിഫോർ ട്രീറ്റ്മെന്റ് അല്ലെ? ചില ഹോസ്പിറ്റലിൽ നമ്മളോട് ചെല്ലുമ്പോ നമ്മളോട് പറയും ഇന്നൊരു ട്രീറ്റ്മെന്റ് ചെയ്യണം, അതിന് ഇത്ര തുകയാവും അല്ലേ? പറയാറില്ലേ? ചില ഹോസ്പിറ്റലുകാർ പറയാറില്ല, ലാസ്റ്റ് നമുക്കൊരു വലിയ ബിൽ തുക ഇന്ന് തരാണ് ചെയ്യാറ് അല്ലെ? ശരിക്കും ഏതൊരു ഹോസ്പിറ്റലും ചെയ്യേണ്ടെങ്കിൽ ആ പേഷ്യൻസിന്റെ ഒരു അവകാശമാണ് അവർക്ക് ചെയ്യാൻ പോകുന്ന ട്രീറ്റ്മെന്റ് എന്താണോ ആ ട്രീറ്റ്മെന്റിനെ കുറിച്ച് കൃത്യമായിട്ട് പറയുക. അതിനെ പ്രതീക്ഷിക്കാവുന്ന ഒരു ചിലവുണ്ട് അല്ലെ? എക്സ്പെക്ടഡ് കോസ്റ്റ്, എത്ര രൂപ ആ ഒരു ട്രീറ്റ്മെന്റ് ചെയ്താൽ നമുക്ക് ചിലവാകും, അതിനനുസരിച്ച് ആ ഒരു ബില്ല് നമുക്ക് എത്ര പ്രതീക്ഷിക്കാം, അതിനെ കുറിച്ച് മുൻപ് തന്നെ ആ ഒരു ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ ആ പേഷ്യൻസുമായിട്ട് ഡിസ്കസ് ചെയ്യുകയും അവർക്ക് അതിനെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി നൽകുകയും ചെയ്യുക. അല്ലാതെ ട്രീറ്റ്മെന്റ് എടുത്തതിന് ശേഷം അത്രയും വലിയൊരു തുക നമുക്ക് വലിയ ബില്ല് നമ്മൾ തരാണെങ്കിൽ ആ ബില്ല് നമുക്ക് ചിലപ്പോൾ അടയ്ക്കാൻ പറ്റാത്തതാണെങ്കിൽ അപ്പൊ എന്ത് ചെയ്യണം? അതിന് മുൻപ് നമുക്ക് അത് അറിയാണ് ഇത്ര രൂപ ഈ ട്രീറ്റ്മെന്റിന് വരും. അങ്ങനെയാകുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ഈ ട്രീറ്റ്മെന്റ് ഏറ്റവും കുറവിൽ ചെയ്യുന്ന ഇടങ്ങൾ നമ്മൾ അന്വേഷിക്കാൻ തുടങ്ങും അല്ലെ? അതാണ് ഇപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ഒരു പേഷ്യന്റുമായി ബന്ധപ്പെട്ട്
ഒരു ട്രീറ്റ്മെന്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് അവരോട് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ആ ഒരു ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് എത്ര രൂപ നമുക്ക് ചിലവാകും, പ്രതീക്ഷിക്കാവുന്ന ഒരു ബിൽ എമൗണ്ട് ഇത്രയായിരിക്കും എന്ന് നേരത്തെ പറയുക. ശരിയാണ്. ഇവിടെ ആരോ പറഞ്ഞു അല്ലെ, അഡ്വാൻസ് പേയ്മെന്റ് ഒക്കെ ചെയ്യാൻ പറയാറുണ്ട്. ശരിയാണ്. അത് അവരോട് എന്ത് ചെയ്യുന്നു, സംസാരിക്കുകയാണ്. സംസാരിച്ച് ആ പേഷ്യൻസ് അതിൽ ഓക്കെയാണ്, അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സ് ഓക്കെ ആണെങ്കിൽ നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പേയ്മെന്റുകൾ നമ്മളോട് ചെയ്യാൻ പറയും. അതിന് മുമ്പായിട്ട് ഇത് അവരോട് എന്തായാലും നിർബന്ധമായിട്ടും ഡിസ്കസ് ചെയ്തിരിക്കണം. അത് അറിയുക എന്നുള്ളത് അവരുടെ ഒരു അവകാശം കൂടിയാണ്. ക്ലിയർ ആണോ? സെക്കൻഡ് പോയിന്റ് ക്ലിയർ ആണോ? ഓക്കെ. Third point, to inform the concern prior to specific test or treatment. Example, ഇപ്പോൾ സർജറി, ഇപ്പൊ അവിടെ ഓൾറെഡി എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഒരു സർജറി ചെയ്യുന്നതിന് മുൻപായിട്ട് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് ആരോട് ഇൻഫർമേഷൻസ് കൊടുത്ത് ആരിൽ നിന്നാണ് കൺസേൺ വാങ്ങേണ്ടത്? പേഷ്യൻസിൽ നിന്ന് അല്ലെ. അപ്പൊ പേഷ്യൻസിന് പേഷ്യൻസിൽ നിന്നും സമ്മതം കിട്ടാത്തൊരവസ്ഥയാണെങ്കിൽ ആരിൽ നിന്ന് വാങ്ങണം? അവരുടെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ ബൈസ്റ്റാൻഡേഴ്സിനോട് ഇൻഫർമേഷൻസ് കൊടുക്കാം. ഇങ്ങനെ ഒരു പുതിയ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണം അവർക്ക്, അല്ലെങ്കിൽ പുതിയൊരു ടെസ്റ്റ് അവർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഒരു സർജറി അവർക്ക് ചെയ്യണം. അതുമായി ബന്ധപ്പെട്ട് വിശദമായ ഇൻഫർമേഷൻസ് കൊടുക്കുക, അവരിൽ നിന്ന് സമ്മതം വാങ്ങുകയും ചെയ്യുക. നാലാമത്തത്, to seek second opinion from a proper clinician of patient's choice with records and information being provided by the treating hospital. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഒരു നമ്മൾ ചില ഹോസ്പിറ്റലൊക്കെ ചെന്ന് കഴിയുമ്പോൾ ഡോക്ടേഴ്സ് നമുക്ക് നമ്മുടെ റിസൾട്ട് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പറയും, അടുത്ത ദിവസം തന്നെ നമുക്ക് സർജറി നടത്തണം. ഒരു സർജറി നടത്തിയാൽ മാത്രമേ അത് ശരിയാവുള്ളൂ എന്ന് പറഞ്ഞാൽ പോലും ചിലപ്പോൾ ചില ആളുകൾക്ക് അതൊരു വിശ്വാസം വരാറില്ല. ശരിയല്ലേ? നമ്മൾ പലരും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ആരായാം എന്ന് വിചാരിക്കാറുണ്ട്. ശരിയാണോ? ഒരു ഡോക്ടറുടെ അടുത്ത് ചെന്നപ്പോ നമ്മളോട് പറഞ്ഞു ഇന്ന രീതിയിൽ ഒരു ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു സർജറി ചെയ്യണം എന്ന് പറയുമ്പോ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡോക്ടറോട് കൂടി അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഡോക്ടറോട് കൂടി സംസാരിച്ചിട്ട് അല്ലെങ്കിൽ അവരുടെയും കൂടി അഭിപ്രായം ചെയ്തിട്ട് അല്ലെങ്കിൽ അഭിപ്രായം കിട്ടിയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കാറില്ലേ? വിചാരിക്കാറുണ്ടോ? ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു ചാൻസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു പേഷ്യന്റിന് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ശരിയായിട്ടുള്ള മറ്റൊരു ക്ലിനിഷ്യന്റെ മറ്റൊരു ഡോക്ടറിൽ നിന്നും ആ പേഷ്യന്റ് ചോയ്സ് ആണ് കേട്ടോ. ഡോക്ടർ അവരുടെ ഹോസ്പിറ്റലുകാരെ റെക്കമെൻഡ് ചെയ്യുന്ന ഡോക്ടർ അല്ലാതെ ആ പേഷ്യൻസിന് ആരെയാണോ കണ്ടത് സെക്കൻഡ് ഒപ്പീനിയൻ ആരായേണ്ടത്, ആ സെക്കൻഡ് ഒപ്പീനിയൻ അവർക്ക് എന്ത് ചെയ്യാം, ആ പേഷ്യൻസിന്റെ ചോയ്സിനനുസരിച്ച് അവർക്ക് ആ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ വേണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് അവർക്ക് പോവാം. അങ്ങനെ പോകുമ്പോ സ്വാഭാവികമായിട്ടും അവരുടെ ഇത്ര നാളത്തെ മെഡിക്കൽ റെക്കോർഡുകള്, അവരുടെ ഇൻഫർമേഷൻസ് ഒക്കെ ആര് കൊടുക്കണം? അവർ പോകുമ്പോ ട്രീറ്റിംഗ് ഹോസ്പിറ്റല് നൽകണം എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ആരായാൽ അവർ പോകുമ്പോ സ്വാഭാവികമായിട്ടും അവരുടെ ഇത്രയും നാളത്തെ മെഡിക്കൽ ഹിസ്റ്ററി അല്ലെ, മെഡിക്കൽ റെക്കോർഡുകൾ വേണം. എന്നാൽ മാത്രമല്ലേ ആ വ്യക്തിക്ക് ആ പുതിയൊരു ഡോക്ടർക്കും ഇതിനെ കുറിച്ച് കൃത്യമായിട്ടൊരു അഭിപ്രായം പറയാൻ പറ്റുള്ളൂ അല്ലെ. ഇപ്പൊ ഇവർക്ക് എന്തൊക്കെ ടെസ്റ്റുകൾ നടത്തി, എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ ഇവർക്ക് കൊടുത്തിട്ടുണ്ട്, അവരുടെ പ്രസന്റ് കണ്ടീഷൻ എന്താണ്, ഇനി അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും, അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ആ ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടുള്ള ഹോസ്പിറ്റൽ എന്ത് ചെയ്യണം, അതുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷൻസും റെക്കോർഡുകളും അവർക്ക് നൽകേണ്ടതുണ്ട്. മനസ്സിലായോ? ഫോർത്ത് പോയിന്റ് ക്ലിയർ ആയോ? ഫിഫ്ത് പോയിന്റ്, ടു കീപ് പ്രൈവസി, ഹ്യൂമൻ ഡിഗ്നിറ്റി ഡ്യൂറിംഗ് ട്രീറ്റ്മെന്റ്. അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന സമയത്ത് ആ വ്യക്തികളുടെ പ്രൈവസി, സ്വകാര്യത, അതുപോലെ തന്നെ ഹ്യൂമൻ ഡിഗ്നിറ്റി, മനുഷ്യത്വം അല്ലെ, ആ ഒരു മനുഷ്യമായിട്ടുള്ള മൂല്യങ്ങള്, അതുപോലെ തന്നെ അവരുടെ ആ ഒരു സ്വകാര്യതയൊക്കെ കീപ്പ് ചെയ്യുന്ന രീതിയിലായിരിക്കണം ആ ഒരു ട്രീറ്റ്മെന്റ് നൽകേണ്ടത്. സിക്സ്ത് പോയിന്റിൽ പറയുന്നത്, ടു നോൺ ഡിസ്ക്രിമിനേഷൻ അബൌട്ട് ട്രീറ്റ്മെന്റ് ആൻഡ് ബിഹേവിയർ ഓൺ ദ ബേസിസ് ഓഫ് ഡിസീസസ് ലൈക്ക് HIV. ഇപ്പൊ HIV ഒക്കെ ബാധിച്ച ആളുകള്, അങ്ങനെയുള്ള ആളുകള് ആണെങ്കിൽ അവർ ഡയാലിസിസിന് വേണ്ടി വരുമ്പോ യാതൊരു വേർതിരിവോടെ കാണിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് യാതൊരു ഡിസ്ക്രിമിനേഷനും പാടില്ല. അതുപോലെ അവരോടുള്ള പെരുമാറ്റത്തിലും യാതൊരുവിധ ഡിസ്ക്രിമിനേഷനോ അല്ലെങ്കിൽ വേർതിരിവോ കാണിക്കാൻ പാടില്ല. Then seventh point, to try to find redressal in case of grievance based on services provided by the establishment. ആ സ്ഥാപനം നൽകുന്ന സേവനങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതികൾ വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഉടനടി പരിഹാരങ്ങൾ കണ്ടെത്തി നൽകുകയും ചെയ്യുക. ഒരു 7 പോയിന്റ്സ് നമ്മൾ വായിച്ചു പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ് 7 എണ്ണം? വേഗം ഒന്ന് പറഞ്ഞു പോവാ.
കിട്ടാത്തവരുണ്ടെങ്കിൽ ഒന്നും കൂടി ശ്രദ്ധിക്കുക കേട്ടോ. ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത് ഇപ്പൊ അവരുടെ ഒരു പേഷ്യന്റിനെ കൊണ്ടുവരുമ്പോ ആ പേഷ്യന്റിന്റെ രോഗാവസ്ഥ എന്താണ്, ആ രോഗത്തിന്റെ സ്വഭാവം എന്താണ്, ആ രോഗ കാരണം എന്താണ്, എന്തൊക്കെ പരിശോധനകളും പരിചരണങ്ങളുമാണ് അവർക്ക് നിർദ്ദേശിച്ചിട്ടുള്ളത്, എന്തൊക്കെ ട്രീറ്റ്മെന്റുകളാണ് അവർക്ക് ഓൾറെഡി കൊടുത്തിട്ടുള്ളത്, ആ ഒരു ട്രീറ്റ്മെന്റിന്റെ എക്സ്പെക്ടഡ് പ്രതീക്ഷിക്കുന്ന റിസൾട്ട് എന്താണ്, എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് എന്തെങ്കിലും അവരുടെ കേസുമായി ബന്ധപ്പെട്ടുണ്ടോ, ഇതിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ടുള്ള മതിയായിട്ടുള്ള ഇൻഫർമേഷൻസ് അവരുടെ പേഷ്യൻസിനോ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിനോ നൽകണം. രണ്ടാമത്തെ കാര്യം, പേഷ്യൻസിനോട് ഒരു ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ അതുമായി ബന്ധപ്പെട്ട് എത്ര രൂപ ഒരു ട്രീറ്റ്മെന്റിന് കോസ്റ്റ് ആകും, എത്ര രൂപയാണ് ആ ഒരു ബില്ല് എക്സ്പെക്ട് ചെയ്യുന്ന ബിൽ എമൗണ്ട് എത്രയാണ് മുതലായ കാര്യങ്ങളെ കുറിച്ചും അതിന് മുൻപ് തന്നെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ആ പേഷ്യൻസിനോട് ഡിസ്കസ് ചെയ്തിരിക്കണം. മൂന്നാമത്തെ കാര്യം, ഒരു സ്പെസിഫിക് ടെസ്റ്റോ ട്രീറ്റ്മെന്റോ അല്ലെങ്കിൽ ഇപ്പൊ ഒരു സർജറിയോ ഒക്കെ ചെയ്യുന്നതിന് മുൻപായിട്ട് അവർക്ക് കൃത്യമായതിനുള്ള ഇൻഫർമേഷൻസ് കൊടുക്കുകയും അവരിൽ നിന്ന് സമ്മതം വാങ്ങുകയും വേണം. നാലാമത്തെ കാര്യം, ഒരു പേഷ്യന്റിന് അവരുടെ സ്വന്തം ചോയ്സിൽ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ, മറ്റൊരു ഡോക്ടറെ കണ്ട് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ വാങ്ങണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള റെക്കോർഡുകളും ഇൻഫർമേഷൻസും ഒക്കെ അവർ ഇപ്പോൾ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹോസ്പിറ്റലുകാര് പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. അഞ്ചാമത്തത്, എപ്പോഴും അവിടെ വരുന്ന പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റിന്റെ സമയത്ത് ആ ഒരു ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട പേഷ്യൻസിന്റെ ഒരു സ്വകാര്യത, അതുപോലെ തന്നെ അവരുടെ ഒരു മാന്യത മുതലായിട്ടുള്ള ഒരു അന്തസ്, ഹ്യൂമൻ ഡിഗ്നിറ്റി അല്ലെ, അതെല്ലാം കൃത്യമായിട്ട് കീപ്പ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഓരോ ട്രീറ്റ്മെന്റും നൽകേണ്ടത്. അതുപോലെ തന്നെ ഒരു നോൺ ഡിസ്ക്രിമിനേഷൻ, യാതൊരുവിധ വേർതിരിവോ അവർക്ക് കൊടുക്കുന്നത്, പ്രത്യേകിച്ച് ഇപ്പോൾ HIV പോലെയുള്ള രോഗങ്ങളുള്ള പേഷ്യൻസ് ആണ് ഡയാലിസിസ് വേണ്ടി വരുന്നതെങ്കിൽ അവരോട് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന കാര്യത്തിൽ വേർതിരിവ് കാണിക്കാൻ പാടില്ല, അവരോടുള്ള പെരുമാറ്റത്തിലും യാതൊരുവിധ ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ വേർതിരിവോ കാണിക്കാൻ പാടില്ല. ലാസ്റ്റ് പറഞ്ഞത്, try to find redressal in case of grievance based on services provided by the establishment. ആ സ്ഥാപനം നൽകുന്നത് ഇപ്പൊ ഒരു ഡയാലിസിസ് സർവീസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതികൾ ആരെങ്കിലും പേഷ്യൻസോ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പരാതികൾക്കുള്ള പരിഹാരങ്ങൾ കൃത്യമായി കണ്ടെത്തി നൽകുക എന്നതും ആ പേഷ്യൻസിന്റെ അവകാശമായിട്ടുള്ള കാര്യങ്ങളാണ്. വേഗം ഒന്ന് വായിച്ചു നോക്കി. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അവിടെ വരെയും ഓക്കെ. നെക്സ്റ്റ് പേഷ്യൻസിന്റെ റെസ്പോൺസിബിലിറ്റീസ് ആണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനുള്ള ടൈം ഇല്ലാണ്ട് കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം ഇല്ല. അതുകൊണ്ട് മിസ് നെക്സ്റ്റ് ക്ലാസ്സിലായിരിക്കും എടുക്കുക. ഇപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് വെരിഫൈ വരെയും അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഒന്ന് വായിച്ചിട്ട് വരാം. ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.